അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു ബെൽറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലുണ്ടാവില്ലേ. നമ്മുടെ പുല്ലന് വട്ടക്കയറ് മാറാൻ പോട്ടോ, അവൻ്റെ ഇപ്പോൾ കെട്ടിയിട്ടുള്ള വട്ടക്കയറ് നല്ല ടൈറ്റായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നീളത്തിലൊരു ബെൽറ്റും ഇതുപോലെ ഒരു ഹുക്കും നമ്മൾ എടുത്തിട്ടുണ്ടോ. അടിവശം നല്ല വലിപ്പമുള്ള റേഡിയസുള്ള ഹുക്ക്, പിന്നെ അങ്ങനെ ഒരു ഹുക്ക് നമ്മൾ വാങ്ങിയതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് കറക്റ്റ് അവൻ്റെ കഴുത്തിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ബെൽറ്റ് മുമ്പ് നമ്മുടെ വീട്ടിലൊരു ജമുനാപ്യാരിയുടെ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കഴുത്തിൽ കെട്ടിയിരുന്നതാണ്. ഇപ്പോഴാണ് ഇവൻ്റെ കഴുത്ത് ആ ഒരു വണ്ണായപ്പോഴാണ് നമ്മൾ ഈ ബെൽറ്റ് കെട്ടിയത്. അപ്പം അതുകൊണ്ട് ഇത്ര നാൾ നമ്മൾ അവൻ്റെ കഴുത്തിൽ വട്ടക്കയറായിട്ട് ഉപയോഗിച്ചത് കയറ് 2 മടക്ക് അല്ലെങ്കിൽ 3 മടക്കൊക്കെ ഇട്ട് കെട്ടിയിട്ടാണ് വട്ടക്കയറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത്. ഇപ്പോൾ അവൻ്റെ ഒരു വലിപ്പം ആയ സ്ഥിതിക്ക് നമ്മൾ ആ ബെൽറ്റ് എടുത്ത് കെട്ടിയിട്ടോ. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ ഹോളിലാണ് നമ്മൾ ഇട്ടേക്കണേ. അപ്പോൾ അത് എന്നാലും അവന് കറക്റ്റ് അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ അവന് കൊമ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലൂസായി കിടന്നാൽ ഊരിപ്പോയില്ല. പക്ഷേ ഇപ്പം നമ്മൾ കെട്ടിയിട്ട് നിലവിലുള്ള വട്ടക്കയറ് നല്ല ടൈറ്റ് ആവുകയും ചെയ്തു. അവിടുത്തെ ആ തൊലിക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കയറ് ഉറഞ്ഞ് പോവുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു വട്ടക്കയറ് ഇത്രയും ലൂസ് ഉള്ളത് കൊണ്ട് തന്നെ അവൻ്റെ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അവന് നല്ല കൊമ്പും ആയതുകൊണ്ട് തന്നെ ഊരി പോകത്തില്ല കേട്ടോ. അപ്പോൾ അവനെ നമ്മൾ മറ്റേ കയറിന്ന് അഴിക്കാണ്ട് തന്നെ ഈ വട്ടക്കയറ് കെട്ടി, അതായത് ബെൽറ്റ് കെട്ടി അതിൽ വേറൊരു കയറ് കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ടോ മറ്റേ കയറ് അഴിക്കണേ. അത്യാവശ്യം ഇവൻ്റെ സ്വഭാവത്തിലൊക്കെ വളരെ നല്ല മാറ്റങ്ങളായി. നമ്മളിടയ്ക്ക് തട്ടും, നമ്മളെ നല്ല തട്ടാനൊക്കെ ഉള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ അടങ്ങി നിൽക്കില്ല, എപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ടും ചാടിയും മാറിനൊക്കെ നിൽക്കും. അങ്ങനെ നമ്മുടെ ആ പഴയ വട്ടക്കയറും എല്ലാം മാറ്റി ബെൽറ്റൊക്കെ ഇട്ട് ബെൽറ്റിൽ ആ ഹുക്ക് ഇട്ട് ഹുക്കിൽ നമ്മൾ പുതിയ കയറൊക്കെ കെട്ടി അവനെ സെറ്റാക്കിയിട്ടാ. എന്നിട്ട് നമ്മൾ നമ്മുടെ പഴയ കയറും പഴയ വട്ടക്കയറും നമ്മൾ അഴിച്ച് കളഞ്ഞിട്ട് ബെൽറ്റ് കയർ നമ്മൾ അവൻ ഫിക്സാക്കി സെറ്റാക്കിയിട്ട് നമ്മൾ കൂട്ടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.